റേച്ചൽ എനിക്കൊന്നൊരു ഗ്യാപ്പിന് ശേഷം അല്ലെ മലയാളം മൂവിയിലോട്ട്, അതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ് മൂവി. അപ്പോ എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷം ഈ വീണ്ടും ഒരു സിനിമയുടെ ഭാഗമാകാൻ, മലയാളത്തിൽ തന്നെ ഒരു സിനിമയുടെ ഭാഗമാകാൻ, അതും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ആനന്ദിനി ഈ ഒരു സ്റ്റോറി ലൈൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇത് ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, രാഹുൽ മണപ്പാട്ടിൻ്റെ. ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതും പിന്നെ ഒരു മൂവിയായി മാറുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് തൊട്ടേ ഈ ഒരു ജേർണിയുടെ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തിനിടയിൽ ഒരു ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി കിട്ടുന്നത്. കുറെ പേരൊക്കെ ഈ ഫീമെയിൽ സെൻട്രിക് മൂവി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയുന്നതിനോട് ഹണിക്ക് എത്ര അല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ, പക്ക ഒരു കൊമേഴ്ഷ്യൽ മൂവി തന്നെയാണ്. ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ രാധിക ചെയ്ത കഥാപാത്രം അല്ലെങ്കിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്ത്രീയാണെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊരു പക്ക ഒരു എന്താ പറയാ, എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. ചന്തു എങ്ങനെയായിരുന്നു റേച്ചലിലോട്ട്? എന്നെ ആദ്യം ഫസ്റ്റ് വിളിക്കുന്നത് അബ്ദുഷേനാണ്. പക്ഷെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരാളെ കഥ പറയാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനന്തിനെ വിളിച്ചിട്ട് കഥ പറയുന്നുണ്ട്. കഥ പറഞ്ഞൊരു എൻ്റെ വളരെ ചെറിയൊരു എനിക്ക് എൻ്റെ പോർഷനാണ് എനിക്ക് പറഞ്ഞു തന്നെ. എൻ്റെ പോർഷൻ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഓക്കെ ചെയ്യാൻ തോന്നി. അങ്ങനെ വരുന്നു, ചെയ്യുന്നു. അല്ല, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ചെയ്യുന്നു, പോകുന്നു. ഇതിപ്പം ഈ ഒരു മൂവി വന്നിട്ട് ഇപ്പൊ ലൈക് കുറെ മുമ്പേ ഡിസ്കസ് ചെയ്ത മൂവി ആയിരുന്നോ? അതെ, ഞങ്ങളത് ഷൂട്ട് ചെയ്തതല്ലേ 2 years ബാക്കാ. അപ്പൊ എനിക്ക് ഞാൻ അഞ്ഞുമല ചെയ്തതിനു ശേഷം അടുത്ത ചെയ്തത്. അഞ്ഞുമല ചെയ്തതിനു ശേഷം, അഞ്ഞുമല നടികർ കഴിഞ്ഞതിന് ശേഷം ചെയ്ത സിനിമയാണ്. എന്റെ 4ാമത്തെ പടമായിരിക്കും റേച്ചല് അഭിനയിച്ചത്. പെട്ടെന്നായിരുന്നു എല്ലാം, പെട്ടെന്ന് വിളിക്കുന്നു വരുന്നു. പിന്നെ ഇത് പ്രൊഡ്യൂസർ ബാദുക്ക് എന്റെ ഒരു അടുത്ത സുഹൃത്താണ്. അങ്ങനെ നാച്ചുറലി അങ്ങനെ സംഭവിച്ചു, മൂവിയിലേക്ക് വരുന്നു. ജോജി ചേട്ടൻ സിനിമകളൊക്കെ എങ്ങനെയാ സെലക്റ്റീവ് ആയിട്ട് ചൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണോ? അങ്ങനെയൊക്കെയാണ് ആഗ്രഹം, പക്ഷെ അങ്ങനെ ഒരുപാട് സിനിമ വരുന്നില്ല. പക്ഷെ വരുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളാണ്. അല്ല, പക്ഷെ ഏതൊരു മൂവി ചെയ്താലും അതിലെ ക്യാരക്ടർ എന്തെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു സംഭവം ഉള്ള പോലെയാണ്. അപ്പൊ ഞാൻ കരുതിയത് പ്ലാൻ ചെയ്ത് അങ്ങനെ വരുന്നതാണ്. ഇല്ലില്ല, അതൊരു ലക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സിനിമയിലേക്ക് യാദൃശ്ചികമായിട്ടാണ് ചെല്ലുന്ന, കഥയറിയാതെ പെട്ടെന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഹണി ഉണ്ട്, അറിയാം ഹണിയാണ് ക്യാരക്ടർ എന്ന് നമുക്കറിയാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹണിയാണ് ഞാനവിടെ കാണുന്നത്. ഇറച്ചിയൊക്കെ വെട്ടിക്കൊണ്ട് നിൽക്കുന്നു, ഒരു കാട് പോലെ ഒരു വല്ലാത്തൊരു സ്ഥലം, ഒരു ചന്തയാണ്. ചന്തയിലാണ് ഞങ്ങളുടെ കോമ്പിനേഷനിലാണ് ഞാൻ ആദ്യം പെർഫോം ചെയ്യാനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ പറയാലോ ഒരു പീരിയോഡിക്കൽ പരിപാടിയാണ് ഇത് ഏതാണ്ട്. പക്ഷേ ഭയങ്കര രസകരമായി എടുത്തു വെച്ചിരിക്കുന്ന, നല്ല പ്രകൃതി ഭംഗി ഒക്കെ ഒപ്പിയെടുത്ത ഒരു നല്ല സിനിമയാണിത്. ഈ ഇറച്ചി വെട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോർമൽ ഒരാൾക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ, നമുക്ക് ചെയ്ത് പരിചയമില്ലാത്തവർക്ക്. അപ്പൊ ഈസി ആയിരുന്നോ അങ്ങനെ ഒരു സംഭവം ചെയ്ത് ആദ്യം നോക്കാനായിട്ട്? ഞങ്ങൾക്ക് ഇറച്ചി വെട്ടാനായിട്ട് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒഫീഷ്യലി ഇപ്പം ഇനി ഞങ്ങൾക്ക് ഒരു ഷോപ്പ് തുടങ്ങിയാൽ പോലും ഞങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെടും, ജീവിക്കും. ഞങ്ങൾ ഇറച്ചി വെട്ടിയെങ്കിലും ഞങ്ങൾ ജീവിക്കും. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ഇറച്ചി വെട്ടി എക്സ്പീരിയൻസ്? ഇറച്ചി വെട്ടി പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ വരാൻ പറഞ്ഞു. ഒന്ന് ലൊക്കേഷൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ലൊക്കേഷനിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലങ്കോടാണ്. അപ്പോൾ ഞാനിങ്ങനെ പോവാ. അപ്പോൾ അവിടെ എത്തി ആനന്ദിനെയും കണ്ടു, ഷൈൻ സാറേയും കണ്ടു. അപ്പോൾ ശരി, നമുക്കിനി ആനന്ദിനി പറഞ്ഞു നമുക്കെന്നാ ചുമ്മാ ഒന്ന് പോയി, എനിക്കിവിടെ നമ്മൾ രണ്ടുപേരും ഒന്ന് ചെയ്ത് നോക്കി അല്ലേ, ഒരു സീൻ എന്തോ ഞങ്ങള് ഒരു സീന് ചെയ്ത് നോക്കി. അപ്പൊ ഇങ്ങനെ അതിന് മുന്നേ കാറി കയറി പോവാണ്. അപ്പൊ എന്റെ വിചാരം ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോവാണെന്ന്. അപ്പൊ വണ്ടി പോയിട്ട് ഒരു ഇറച്ചിക്കടയുടെ മുന്നിൽ നിർത്തി. ഞാൻ വെച്ചോ ഇറച്ചി വാങ്ങാനിരിക്കും. അപ്പൊ എന്നോട് ആനന്ദിനി ഇറങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ അവിടെ പോയിട്ട് ഇവരെങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ചേട്ടൻ അറിഞ്ഞും പുറഞ്ഞും വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പാടാണ്, ക്യാമറ ടെക്സ്റ്റിൽ ശരിയാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പറഞ്ഞു കെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അതിന്റെ ആ കത്തി തന്നെ ഭയങ്കര വെയിറ്റാ. നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ എടുത്തു പൊക്കി
അങ്ങനെ പെട്ടെന്ന് വെട്ടാൻ പറ്റുന്ന ഒരു സാധനം. അതിന് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു സാധനമാണ്. ഇങ്ങനല്ലേ പിടിക്കുന്നത്, ഈ വിരലുണ്ട് അങ്ങനെ തന്നെ പിടിക്കുന്നത്. ആ അങ്ങനെ എന്താ? അതിനൊരു നാക്കുണ്ട്. ഈ വിരൽ വെച്ച് സപ്പോർട്ട് ചെയ്യണം മുകളില്. അങ്ങനെ ആദ്യം ഇറച്ചി ഇല്ലാതെ വെട്ടാൻ പറഞ്ഞു. ആ ഇറച്ചി തന്നെ. അപ്പൊ പുള്ളി ഇങ്ങനെ പറയാം, അതായത് ഈ ഇറച്ചി വെട്ടുന്നതിന് എന്തോ ഒരു രീതിയുണ്ട്, ഒരു ടെക്നിക്ക് ഉണ്ട്. ആ വെട്ടുന്ന പീസുകൾക്ക് ഒരു ഇതുണ്ട്. അതായത് നമ്മളിങ്ങനെ ചുമ്മാ അതിന്റെ വെട്ടി കൊടുത്തു size, കഴിഞ്ഞാൽ കാരണം ഓരോ കട്ട്സിനും അതെ ഡിഫറൻസ് അതെ അതെ ഉണ്ട്. അതെ. അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ വെട്ടുകയല്ല, നമ്മളത് അറിയുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അത് വെട്ടുന്ന ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വേദനിക്കാൻ തുടങ്ങി. ഞാനത് നല്ല ശക്തിയിലാണ് വെട്ടുന്നത്. പിന്നെ അടുത്തൊരു 10 ദിവസം വെട്ടലോട് വെട്ടലേ. ഫുൾ ടൈം ഇതിന്റെ പുറയിലായിരുന്നു. അതെ, അതെ, അതെ. ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? ട്രൈ ചെയ്ത് നോക്കിയില്ല. ഇവര് വെട്ടുന്ന കണ്ടായിരുന്നു, ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കില്ല. ഇറച്ചിക്ക് ഭയങ്കര വിലയുള്ള സമയമായിരുന്നു അത്. ഇവരിങ്ങനെ വെട്ടി 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 അവസാനം കീമ പരുവത്തിലാണ് മാറ്റുന്നത്. Paste ആയി മറ്റേ. ഈ കീമപരുവത്തിലായ സാധനമൊക്കെ നിങ്ങൾ തന്നെ കെട്ടിപ്പൊതിഞ്ഞെടുത്തോ? ഇല്ല, അതെടുക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം യൂസ് ചെയ്യില്ല. ഇറച്ചിക്കൊക്കെ നല്ല വിലയാണ്. അത് അടുത്ത ദിവസം പുതിയ ഇറച്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും നടക്കില്ല. ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക, അത് കീമയെല്ലാം കൂടെ ഉറക്കുമ്പോഴത്തേക്ക് അടുത്ത ദിവസം കൊണ്ട് അങ്ങനെ ഒരു ഇതായിരുന്നു. അതെ, എല്ലാം അങ്ങനെ കുറെ പുതിയ 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 കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തൊരു മൂവിയാണ് അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഹണി കുറെ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇറച്ചി വെട്ടുന്ന സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെ ന്യൂ ആണ്. അതുപോലെ ഇതിനകത്ത് മാത്രമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത വേറൊരു പുതിയ സംഭവം എന്താ? ഞങ്ങള് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അത് നല്ല നാടൻ തല്ല്. നാടൻ തല്ല്. അതെ അതെ അതെ, ഞാനും രാധികയും ഒക്കെ ഉണ്ട് ആ ഫൈറ്റില്. അപ്പൊ അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. രാധിക എനിക്ക് തോന്നുന്നു അവിടെ തല്ലാത്തൊരു മനുഷ്യരില്ല. ഞാൻ ആർക്കാണോ തല്ല് കൊടുക്കേണ്ടത് അയാൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും. ഇത് ടൈമിങ് ഭയങ്കര ഇതാണല്ലോ. നമ്മള് തല്ല് കൊടുക്കല്ല, എന്നാൽ കൊടുക്കുന്ന പോലെ കാണിക്കുകയാണല്ലോ. കൊടുക്കുന്ന എനിക്കും ടൈമിങ് വേണം, വാങ്ങുന്ന ആൾക്കും ടൈമിങ് വേണം. എനിക്ക് തീരെ ടൈമിങ് ഇല്ല. ഇങ്ങോട്ട് കിട്ടിയോ? നല്ലോണം കിട്ടി. നല്ലോണം കിട്ടി. എന്നെയൊക്കെ കത്തി വീശി ഓട്ടിക്കുന്നുണ്ട്. ഓട്ടിച്ചു കളഞ്ഞ കല്ല് മേടിക്കാൻ ഓട്ടിക്കളഞ്ഞ. ഈ ഫൈറ്റിന്റെ ടൈമിങ്ങിന്റെ കാര്യം ഭയങ്കര ഒരു നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം അല്ലേ? അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതുപോലെ നല്ല രീതിയിൽ ഒരെണ്ണം കിട്ടി. ആരുടെ കയ്യിൽ നിന്നാ കിട്ടിയത്? അത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടെ ആൾക്കാരുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ എന്റെ ടൈമിങ് മിസ്സായത്. റിഹേഴ്സലിന്റെ സമയത്ത് ടൈമിങ് ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ടൈമിങ് പ്രശ്നമാണ്, അപ്പൊ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കൊള്ളിച്ചോളൂ, ഞാൻ കൂടുതലായിട്ട് അഭിനയിച്ചു. ആക്ച്വലി പറഞ്ഞു നന്നായിട്ട് അടിച്ചോ, കുഴപ്പമില്ല, എനിക്ക് വേദനിക്കത്തില്ല, എന്നാലും ടൈമിങ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അതേപോലെ പുള്ളി ഇതേപോലെ റിഹേഴ്സലിന്റെ ടൈമിങ് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ടേക്കിന്റെ സമയത്ത് നല്ലൊരു ഒച്ചയിലാണ് കേട്ടത്. നല്ല ഒച്ചയായിരുന്നു. ഞാൻ കറങ്ങി വന്നാ വീണേ. പക്ഷെ ആ ടേക്ക് തന്നെയാണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയായിരുന്നു. നമ്മൾ ഭയങ്കര അത് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ആയിരുന്നു. അപ്പോൾ ചവിട്ടും ഇടിയും ഒക്കെ അത് റിയൽ ആയിട്ട് തന്നെ ഇടിയും കുത്തുമൊക്കെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അത് ഷൂട്ട് കഴിഞ്ഞ് ഫിസിക്കലി മെന്റലി ഒക്കെ അത്രയും ടയറിംഗ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. പക്ഷെ അത് വിഷ്വലി ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മഴയുള്ള ഒരു സമയം കൂടെ ഏതാണ്ടല്ലേ? അതെ, അതും ഒരു കാടിന്റെ ഉള്ളിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള നമ്മൾ കാല് വെക്കുന്നിടത്ത് മുഴുവൻ അട്ടയാണ്. ഒരു കുന്നിന്റെ പുറമാണ്, അവിടെ ഫുൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ചെടിയൊക്കെ ആയിട്ട് ഫുള്ള് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അത് വണ്ടി പോണ്ടേ, മണ്ണൊരു പ്രത്യേകതരം മണ്ണ നമ്മുടെ അടുത്ത പോലെ ചതുപ്പ് പോലെ ആവുന്ന മണ്ണ്. മനസ്സിലായി. എവിടെ വെച്ചിട്ടായിരുന്നു അപ്പോ? നെല്ലിയാമ്പതി. അത് ഭയങ്കര അതെ, നല്ല ഫോറസ്റ്റ്, കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്നിടത്ത് ആ സമയം ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. കിട്ടത്തില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, അവിടെ റേഞ്ച് ഇല്ലായിരുന്നു. ഇല്ല ഇല്ല ഇല്ല.